അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. 1 കപ്പ് മൈദപ്പൊടി, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്. ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്താലാണ് കേക്കിന് നല്ല സ്മൂത്തും സോഫ്റ്റൊക്കെ ഉണ്ടാവും. അപ്പം മൈദമാവ് 3 പ്രാവശ്യം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത ഒരു പാത്രത്തിൽ 4 മുട്ട ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ബീറ്റ് ചെയ്യാം. അപ്പം ആ കപ്പിൽ ഞാൻ കാണിച്ചു തന്നില്ല, ആ കപ്പിൽ 3/4 കപ്പ് പഞ്ചസാര അത് ഞാനൊരു മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിനി ഈ മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതിപ്പിക്കട്ടെ കേട്ടോ. ആദ്യം സ്ലോയിലിട്ട് പതിപ്പിച്ച് പത വന്നതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 മിനിറ്റോളം നന്നായിട്ട് ഇതാക്കാം. നന്നായിട്ട് പതിഞ്ഞ് വെള്ളം കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് അടിച്ചു. അപ്പം ഇത് നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഈ പാത്രത്തിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് മൈദ മാവ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് അരിച്ച് വെച്ചേക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് ഇടരുത്. എന്നിട്ട് ഫോൾഡ് ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി പാലൊഴിച്ചു കൊടുക്കാം. ഒരേ ദിശയിലേക്ക് തന്നെ നമ്മൾ ഇളക്കണം. കട്ടെല്ലാം ഉടഞ്ഞ് നല്ല സ്മൂത്ത് ഒരുപാട് ബലത്തിലിട്ട് നമ്മൾ ഇളക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിഞ്ഞ് വന്നേക്കുന്ന പത പൊട്ടിപ്പോവും, താന്നു പോവും. അപ്പം നന്നായിട്ട് നല്ല സ്മൂത്തിൽ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഈ പാലും കൂടി അവിടെ ഒഴിക്കാം. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അത് നമുക്കിത് കേക്ക് നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം. അപ്പം നമുക്കിനി കേക്ക് ടിന്നിൽ
നമ്മൾ എണ്ണയൊക്കെ പുരട്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോത്തിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇടാം. ഇത് നന്നായിട്ട് നമുക്ക് എയർ ഹോളൊക്കെ കളഞ്ഞ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഇറക്കി വെച്ചോളാം. കൈ പൊള്ളും. അപ്പം നന്നായിട്ട് നോക്കി വെക്കാം. ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. വെയിറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 30-35 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ കേക്ക് ഒരു 30 മിനിറ്റ് നിന്നപ്പോൾ ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി വെച്ച് അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമുക്കൊരു ടൂപ്പിക്ക് വെച്ച് ഒന്ന് നോക്കാം. ഒരു പപ്പടം കുത്തി വെച്ച് ഞാൻ തുറന്ന് നോക്കിയതാണ്. കണ്ട നല്ല ക്ലീനായിട്ട് വന്നേക്കണം. ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഈ കേക്ക് ഒന്ന് എടുത്ത് നോക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ട് നല്ല ഇതൊക്കെ നല്ല അടിപൊളി കേക്കാണ് കിട്ടിയേക്കുന്നത്.